മഞ്ചാടിക്കാട്ടിലെ നിഴലുകൾ. കണ്ണൻ ദേവൻ മലനിരകളുടെ ഹൃദയഭാഗത്തായി തിങ്ങി നിറഞ്ഞ മരങ്ങളും പുരാതനമായ വഴികളും നിറഞ്ഞ മഞ്ചാടിക്കാട് ഒളിപ്പിച്ച രഹസ്യങ്ങൾ അനവധിയാണ്. തലമുറകളായി ഗ്രാമീണർ ഭയത്തോടെ മാത്രം ഓർക്കുന്നൊരിടം. ഈ കാടിൻ്റെ അതിർത്തിയിൽ താമസിച്ചിരുന്ന മാധവൻ എന്ന വൃദ്ധൻ ഒരു രാത്രി തൻ്റെ ചെറുമകനായ ഉണ്ണിയോട് പറഞ്ഞ കഥയാണിത്. മാധവൻ: ഉണ്ണി, ഈ കാടിനൊരു കാവൽക്കാരനുണ്ടായിരുന്നു പണ്ട്. ഒരു നിഴൽ രൂപം. വെളുത്ത വാവിൻ്റെ രാത്രികളിൽ അവൻ മഞ്ചാടി മരങ്ങൾക്കിടയിലൂടെ നടക്കും. അവനെ കണ്ടവർ പിന്നെ ജീവനോടെ തിരിച്ചു വന്നിട്ടില്ല എന്നാണ് പഴമക്കാർ പറയാറ്. ഉണ്ണി കുറച്ച് ഭയത്തോടെ: വെറും കട്ടുകഥകളല്ലേ മുത്തശ്ശ ഇത്? മാധവൻ: ചില കെട്ടുകഥകളിൽ സത്യത്തിൻ്റെ ഒരു തരി ഉണ്ടാവും ഉണ്ണി. നിൻ്റെ അമ്മമ്മയ്ക്ക് ആ നിഴലിനെക്കുറിച്ച് അറിയാമായിരുന്നു. അവളും അവളുടെ 2 കൂട്ടുകാരികളും മറ്റാരും അറിയാതെ മുമ്പൊരിക്കൽ ആ കാട്ടിനുള്ളിലേക്ക് പോയിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഒരു വെളുത്ത വാവിൻ്റെ രാത്രിയിൽ മാധവൻ്റെ ഭാര്യ ലക്ഷ്മിയും അവളുടെ 2 കൂട്ടുകാരികളും ധൈര്യം സംഭരിച്ച് മഞ്ചാടിക്കാട്ടിലേക്ക് നടന്നു. കൗതുകമായിരുന്നു അവരെ നയിച്ചത്. പഴങ്കഥകളിലെ നിഴൽ രൂപത്തെക്കുറിച്ച് അവർക്കറിയാമായിരുന്നു. പക്ഷേ അവർ അതിനെ വെറും ഭയപ്പെടുത്തുന്ന കഥയായി മാത്രം തള്ളിക്കളഞ്ഞു. ലക്ഷ്മി: നോക്ക് രാധികെ, ഇത്ര പേടിക്കാനൊന്നുമില്ല. വെറുതെ ഓരോ കഥകൾ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കുകയാണ്. രാധിക: എങ്കിലും ലക്ഷ്മി, അപ്പാപ്പൻ എപ്പോഴും പറയും സൂക്ഷിക്കണമെന്ന്. ജാനകി: വരൂ, അധികം വൈകണ്ട. ചന്ദ്രൻ നല്ല വെളിച്ചമുണ്ടല്ലോ, കുറച്ച് ദൂരം പോയിട്ട് തിരിച്ചു വരും. അവർ കാടിൻ്റെ ഉൾഭാഗത്തേക്ക് നടന്നു. നിലാവിൽ മഞ്ചാടി മരങ്ങൾ വെള്ളി പോലെ തിളങ്ങി. പെട്ടെന്നൊരു തണുത്ത കാറ്റ് വീശി. അന്തരീക്ഷം കനത്തതായി അവർക്ക് തോന്നി. രാധിക വിറയ്ക്കുന്ന ശബ്ദത്തിൽ: എനിക്കെന്തോ ഒരു പേടി തോന്നുന്നു. നമുക്ക് തിരിച്ചു പോയാലോ? ലക്ഷ്മി: പേടിക്കേണ്ട രാധികെ, ഇത് അടുത്തൊരു വളവിൽ ചെറിയൊരു അമ്പലം കാണുന്നുണ്ട്. അവിടം വരെ പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. അവർ മുന്നോട്ട് നടന്നു. അമ്പലത്തിനടുത്ത് എത്തിയപ്പോൾ ഒരു വിചിത്രമായ കാഴ്ച അവർ കണ്ടു. അമ്പലത്തിൻ്റെ കൽഭിത്തിയിൽ മനുഷ്യരൂപം പോലെയുള്ളൊരു നിഴൽ. അത് ചലിക്കുന്നതായി അവർക്ക് തോന്നി. ജാനകി ഞെട്ടലോടെ: അതെന്താണത്? ലക്ഷ്മി: നിഴൽ, അപ്പാപ്പൻ പറഞ്ഞ നിഴൽ. നിഴൽ പതിയെ അവരെ നോക്കി തിരിഞ്ഞു. വ്യക്തമല്ലാത്തൊരു രൂപം. വെളുത്ത നിലാവിൽ കറുത്തൊരു പാടുപോലെ. ഭയത്താൽ സ്തംഭിച്ചു പോയ അവർക്ക് ഒരക്ഷരം പോലും മിണ്ടാൻ കഴിഞ്ഞില്ല. രാധിക നിലവിളിയോടെ: ഓടി രക്ഷപ്പെടാം! അവർ ജീവന് വേണ്ടി ഓടി. പിന്നിൽ ആ നിഴൽ അവരെ പിന്തുടരുന്നതായി അവർക്ക് തോന്നി. ലക്ഷ്മിയും ജാനകിയും എങ്ങനെയോ ഓടി കാടിൻ്റെ അതിർത്തി കടന്ന് ബോധമില്ലാതെ വീണു. പക്ഷെ രാധിക, അവളെ പിന്നാരും കണ്ടിട്ടില്ല. മാധവൻ: അന്നു മുതൽ ഈ കാടിനൊരു ഭീകരതയുണ്ടുണ്ണി. വെളുത്ത വാവിൻ്റെ രാത്രികളിൽ ഇന്നും ചില ആളുകൾ ആ നിഴലിനെ കണ്ടിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. ഒറ്റയ്ക്ക് ഈ കാടിൻ്റെ അടുത്തേക്ക് പോകരുത്. ആ നിഴൽ, അവൻ ഇപ്പോഴും അവിടെ ഉണ്ടാവാം.